ഇന്നു മുതൽ നമുക്ക് രണ്ട് പുതിയ എംഎൽഎമാരെ കിട്ടുകയാണ്. യു ആർ പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അല്ലേ? അത് ഇതുവരെ ഒരുപക്ഷെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പൊക്കെ ആയിരുന്നു കണ്ടത്. അതിനൊടുവിൽ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായിട്ട് അവിടെ ഇപ്പോൾ നിയമസഭാ ലോഞ്ചിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരൊക്കെ ഉണ്ട്. എന്തായാലും പുതിയ അംഗങ്ങളെ എല്ലാവിധ ആശീർവാദങ്ങളോടെയും സഭയിലേക്ക് സ്വീകരിക്കുകയാണ്. ഈ കുറഞ്ഞ കാലമേ ഉള്ളൂ, 1.5 വർഷമേ ഉള്ളൂ എങ്കിലും അത് വളരെ ക്രിയാത്മകമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വിജയം അല്ലെ, ചരിത്രപരമായിട്ടുള്ള വിജയം തന്നെ നമുക്ക് ആ തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന വിജയമാണ്. ഒന്ന്, വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നിടത്ത് നിന്നും ഭരണവിരുദ്ധ വികാരമൊന്നുമല്ല, ഇത് ഞങ്ങളുടെ പ്രതിപേട്ടനാണെന്ന് പറഞ്ഞ ചേലക്കര. മറ്റൊന്ന്, ചരിത്ര ഭൂരിപക്ഷം നേടിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കാനിരിക്കുകയാണ്. നിയമസഭാ ലോഞ്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 15ാം കേരള നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 61 ചേലക്കര നിയോജകമണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീ യു ആർ പ്രദീപ്, 56 പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ നിയമസഭാംഗമായി ശപഥം അഥവാ പ്രതിജ്ഞ ചെയ്യുന്നതിന് ഹാജരായിട്ടുണ്ട്. ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ശ്രീ യു ആർ പ്രദീപ്. യു ആർ പ്രദീപ് എന്നത് ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അവരുടെ പ്രതിപേട്ടൻ വീണ്ടും അവരുടെ MLA ആവുകയാണ്. MLA ആയി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സഗൗരവമാണ് പ്രതിജ്ഞ. 2ാം വട്ടമാണ് MLA ആകുന്നത്. പക്ഷേ കുറഞ്ഞ കാലയളവേ ഉള്ളൂ എങ്കിലും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നുള്ള ആശംസ നമ്മുടെ ഭാഗത്തുനിന്നും ചേലക്കരക്കാർക്കും ഈ 1.5 വർഷത്തിൽ യു ആർ പ്രദീപ് എന്നവരുടെ പ്രിയപ്പെട്ട MLA വളരെ സജീവമായി മണ്ഡലത്തിൽ പ്രതീക്ഷയും. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. തലസ്ഥാനത്തേക്ക് എത്തുന്നത് പാലക്കാടിന്റെ ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലും ഒരാളും അനുഭവിക്കാത്ത തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയത്തിൽ. അതിനൊടുവിൽ നേടിയ വലിയ വിജയവുമായി രാഹുലിത. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിത രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ദൃശ്യങ്ങളിൽ ഒരു തടസ്സം നേരിട്ടതിൽ ക്ഷമ ചോദിക്കുന്നു. പാലക്കാടിന്റെ MLA ആയി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ അദ്ദേഹം കന്നി അംഗത്വമാണ് സഭയിൽ. രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്തു പൂർത്തിയാക്കിയിരിക്കുന്നു. മറ്റ് നടപടി ക്രമങ്ങൾ കൂടി പൂർത്തിയാക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നൽകുന്നതിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടതിൽ ഖേദം അറിയിക്കുകയാണ്. നേരത്തെ യു ആർ പ്രദീപ് സഗൗരവം പ്രതിജ്ഞയെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലും MLA എന്ന പദവിയിലേക്ക് ഔദ്യോഗികമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. 25 വയസ്സുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് കന്നി അംഗത്വമാണ് നിയമസഭയിൽ. രാഷ്ട്രീയത്തിലേറെ ചെറുപ്പമാണ്, ഇനി ഒരുപാട് നീണ്ട വർഷങ്ങളാണ്. വളരെ സജീവമായി രാഷ്ട്രീയ തലത്തിൽ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്ന നേതാക്കളാണ് രണ്ടുപേരും. അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ. ജനങ്ങളുടെ പ്രീതി നേടിക്കൊണ്ട് രാഷ്ട്രീയ ഭേദം സ്വാഗതം ചെയ്യുകയാണ്. ഇനി നിയമസഭയിൽ പരസ്പരം പോരടിച്ചവർ വളരെ സൗഹൃദത്തിന്റെ ഭാഷയിൽ. അതാണ് ഇതിന്റെ ഒരു സൗന്ദര്യവും. എല്ലാവരും അതെ പ്രതിപക്ഷ നേതാവും യു ആർ പ്രദീപും
മുഖ്യമന്ത്രിയും ഷംസീറും രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാവരും വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ പൂച്ചെണ്ടുകൾ കൈമാറി അവർ ഇരുവരും തങ്ങളുടെ ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ഭാഗമായി മാറുകയുള്ളൂ. നിയമസഭ എന്ന വലിയ കുടുംബത്തിൻ്റെ ഭാഗമായി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും മാറിയിരിക്കുന്നു. കേരള നിയമസഭയിലെ അംഗങ്ങളായി മാറുന്നു. അതാണ് ഇതിൻ്റെ ഒരു രസം. ഇപ്പൊ അല്ലാത്ത സമയത്ത് പരസ്പരം വലിയ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങൾ നടത്തുന്ന പോർവിളികൾ നടത്തുന്ന നേതാക്കൾ വളരെ സൗഹൃദത്തിന്റെ ഭാഷയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ ഓരോ പാർട്ടികളുടെയും ഇപ്പോൾ പി പ്രസാദാണ് കൈമാറുന്നത് CPIയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ കൃഷ്ണൻകുട്ടി തൊട്ട് പിന്നിലുണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വേദിയിൽ. അങ്ങനെ മന്ത്രി കെ രാജനൊക്കെ കൈ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സ്നേഹത്തോടെയാണ്. കാരണം UR പ്രദീപിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത മന്ത്രിമാർ സ്നേഹം കാണിക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊരു രാഷ്ട്രീയം ഒരു വേറെ വഴിയാണ്. അതിന്റെ പോർവിളികളും അല്ലെങ്കിൽ ഒരുമിച്ച് പോകേണ്ടവരാണ്. നിയമസഭ പാസ്സാക്കുന്ന പ്രമേയങ്ങൾ, നിയമസഭ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, അതിലൊക്കെ ഒരുമിച്ച് പോകേണ്ടവരാണ്. ഭരണപക്ഷാലയിൽ പ്രതിപക്ഷ MLA മാരുന്നില്ല. MLA ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ MLAക്ക് പ്രവർത്തിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുക സർക്കാരിന്റെയും മന്ത്രിസഭയുടെയും ഒക്കെ കൂടി ഉത്തരവാദിത്തമാണ്. അത് ഏത് പാർട്ടിയും ഒരുപക്ഷെ പറയുന്നത് നാളെ ഞാൻ നിന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടി വരിക എന്നുള്ളതായിരിക്കും രാഹുലിനോട് പറയുന്നത്. കാരണം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രമേൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ്. നാളെ സ്പീക്കറിന് വലിയ പണിയായിരിക്കും രാഹുൽ. എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിൽ സർക്കാരിനും ഒപ്പം തന്നെ ജനങ്ങളുടെ ആഗ്രഹം ഈ 1.5 വർഷമേ ഉള്ളൂ എങ്കിലും ജനങ്ങൾക്ക് വലിയ തോതിൽ ആഗ്രഹങ്ങളുണ്ട്. അവരുടെ MLA ഇങ്ങനെയൊക്കെ തങ്ങൾക്ക് ചെയ്തു തരുമെന്ന പ്രതീക്ഷയിലൊക്കെയാണ് വോട്ടുകുത്തി ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ 100% ഇല്ലെങ്കിലും ഒരു 80% വരെയെങ്കിലും പൂർത്തീകരിക്കും. കാരണം 1.5 വർഷത്തെ കാലയളവ് വളരെ ചെറുതാണ്, നമുക്കറിയാം. ഒരുപാട് രാജേഷൊക്കെ അവിടെ ചിരിച്ചുകൊണ്ട് രംഗത്ത് സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഈ ട്രോളി ബാഗ് വിവാദത്തിൽ പോലീസിന് ഒരു തെളിവും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴും നമ്മൾ പരസ്പരമുള്ള വലിയ വിമർശനങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയാൽ ഏറ്റവും സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു മന്ത്രിസഭ, ഒരു നിയമസഭ അതെങ്ങനെ നന്നായി സൗഹൃദത്തിന്റെ രൂപത്തിൽ മുന്നോട്ട് പോകണമെന്ന് പ്രകടമാക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടത്. എന്തായാലും ഇനി രാഷ്ട്രീയപരമായി അവർ പരസ്പരം പോരടിക്കട്ടെ, ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി അവർ പരസ്പരം കൈകോർത്ത് നിൽക്കട്ടെ എന്നതാണ് എല്ലാവരും, കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിയമസഭാ സാമാജികരായി UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും ഔദ്യോഗികമായി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്.